ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സത്യാമ്മ കഥ കടച്ചിട്ട് ശാലിനിയോട് സംസാരിക്കുകയാണ്. ശാലിനിയോട് പറയുന്നുണ്ട് ഇനി തൊട്ട് വിഷ്ണുവിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന്. കുറച്ചു നാളത്തേക്കല്ല, ജീവിതാവസാനം വരെ അങ്ങനെ ആയിരിക്കണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഷോക്ക് ആകുന്നുണ്ട്. ശാലിനി സത്യാമ്മ എന്നൊക്കെ കരഞ്ഞു വിളിക്കുന്നുണ്ട്. സത്യാമ്മ പറയുന്നുണ്ട്, നീ ഈ കാര്യം പാലിക്കാമെന്ന് എനിക്ക് വാക്ക് തരണം, അല്ലെങ്കിൽ നിന്റെ ശ്യാമയും ഇവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നു. നീ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകാൻ തുടങ്ങുകയാണെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ സത്യാമ്മയുടെ കയ്യിൽ വാക്ക് കൊടുക്കുകയാണ്. സത്യാമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മ പറയുന്നുണ്ട്, വിഷ്ണു ഇങ്ങോട്ട് കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചാലും നീ ഒഴിഞ്ഞു പോക്കോണം. അതുമാത്രമല്ല, ഈ കാര്യം രഹസ്യമായിട്ടിരിക്കണം. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ കാര്യം വേറെ ആരോടും പറയാനും പാടില്ല എന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നീയും നിന്റെ കുടുംബവുമാണെന്നൊക്കെ ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം സത്യാമ്മ അവിടെ നിന്ന് പോകുന്നു. സത്യാമ്മ വെളിയിൽ വന്നിട്ട് ശ്യാമയെ കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുത്തിട്ട് സ്നേഹത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. സത്യാമ്മ പോയതിനു ശേഷം ശാരിക ശാലിനിയോട് ചോദിക്കുന്നുണ്ട് അവരെന്താണ് കഥ കടച്ചിട്ട് പറഞ്ഞതെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്ന്. ശാരിക അപ്പോൾ ചോദിക്കുന്നുണ്ട് ആർക്ക് നല്ല കാര്യമാണ് പറഞ്ഞതെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും നല്ല കാര്യമാണെന്ന്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനിയെ വിഷ്ണു വിളിക്കുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നുണ്ട് താൻ എന്താണ് എത്ര വിളിച്ചിട്ടും എന്റെ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ നമ്മൾ തമ്മിൽ സംസാരിക്കരുതെന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ ഫോണിൽ വിളിക്കുന്നെന്നും പറഞ്ഞിട്ട്. അത് മാത്രമല്ല, തനിക്ക് CCTV ആണോ പേടി, അതൊക്കെ നമുക്ക് മാറ്റാമല്ലോ എന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണുവേട്ടൻ എന്നെ കണ്ടാൽ പ്രശ്നമാകും, എന്റെ വയറൊക്കെ വലുതായിട്ടുണ്ടെന്നൊക്കെ ഓർക്കുന്നു. അതുമാത്രമല്ല, എന്റെ ശ്യാമയുടെ ജീവിതവും ഞാൻ ഓർക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടെന്ന സത്യാമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിലേക്ക് പോലും പ്രവേശനമില്ലാതെ ആകുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇങ്ങനെ എത്ര കാലം നമ്മൾ കാണാതിരിക്കുമെന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ശ്യാമയുടെ പ്രസവം കഴിയുന്നിടം വരെ കാത്തിരിക്കണമെന്ന്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അത്രയും ദിവസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല, എനിക്ക് തന്നെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. എനിക്ക് തന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാമെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വിളിക്കണമെന്നും കാണണമെന്നും തോന്നുമ്പോഴൊക്കെ ഞാൻ വീഡിയോ കോൾ വിളിക്കും, അപ്പോഴെല്ലാം താൻ എടുക്കണം, താൻ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കുമെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും എടുക്കാമെന്നൊക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശാലിനിയും വിഷ്ണുവും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ കാണിക്കുന്നത് വിഷ്ണുവിന്റെ അടുത്തേക്ക് പിള്ള വരുന്നു. പിള്ളച്ചൻ പറയുന്നുണ്ട് ഒരു രജിസ്റ്റർ വന്നിട്ടുണ്ട്, ശാലിനിയുടെ പേരിലാണ്, ഇങ്ങോട്ടാണ് തന്നേക്കുന്നതെന്നൊക്കെ പറയുന്നു. വിഷ്ണു അത് പൊട്ടിച്ചു നോക്കാനെന്ന് പറയുന്നു. പിള്ളേച്ചൻ വായിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ശാലിനിക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിനുള്ള കോളാണ്, അതിനുള്ള ലെറ്റർ ആണെന്നൊക്കെ പറയുന്നു. 2 വർഷത്തെ ട്രെയിനിങ്ങിന് ഉത്തരാഖണ്ഡിൽ പോകണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാകുന്നു. വിഷ്ണു ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ ശാലിനി കളക്ടർ ആണോ എന്ന്. പിള്ളേച്ചൻ അപ്പോൾ പറയാണ് ആണെന്ന്. വിഷ്ണു പറയുന്നുണ്ട് ഈ കത്ത് ഞാൻ തന്നെ ശാലിനിക്ക് കൊണ്ടു കൊടുക്കാം, ഞാനാണിത് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു. പിള്ളേച്ചൻ അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ ശാലിനി മോളെ കാണാൻ പോയെന്നറിഞ്ഞാൽ പ്രശ്നമാക്കില്ലേ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ അതൊക്കെ പാലിച്ചു തന്നെയല്ലേ നിന്നത്, ഇപ്പൊ പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വിഷ്ണു വണ്ടി എടുത്ത് ശാലിനിയുടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം ശാലിനി വയറിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്റെ കുഞ്ഞിനാണെങ്കിൽ അച്ഛന്റെ സൗണ്ട് കേൾക്കാനൊന്നും ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അച്ഛനെ കാണാൻ ഭാഗ്യമുണ്ടാകും, പക്ഷെ അമ്മയ്ക്ക് ആ ഭാഗ്യവും ഉണ്ടാകുമോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ശാലിനി വിഷ്ണു ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. ശാലിനി അത് കേൾക്കുമ്പോൾ വിഷമിക്കുകയാണ്. ഇപ്പൊ വിഷ്ണുവേട്ടൻ വന്നാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാകും, അതുകൊണ്ട് എന്താണ് ചെയ്യുക എന്നൊക്കെ ഓർക്കുന്നു. ശാലിനി പറയുന്നുണ്ട് CCTV പ്രശ്നമാകില്ല എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല, താൻ വെളിയിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. വിഷ്ണു പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായി, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എനിക്ക് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് സത്യാമ്മ അറിഞ്ഞാൽ പ്രശ്നമാകും, അത് മാത്രമല്ല എന്റെ 2 ദിവസം കഴിഞ്ഞ്. പെട്ടെന്ന് ശാലിനി അബദ്ധം പറ്റിയെന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട് ശ്യാമയുടെ 2 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ സത്യാമ്മയുടെ ദേഷ്യം പോകുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം എന്നോടുമുള്ള ദേഷ്യം മാറും, ആ പ്രതീക്ഷ നമ്മൾ കളയണമെന്നൊക്കെ ചോദിക്കാണ്. വിഷ്ണു പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തനിക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് തനിക്ക് പ്രധാനമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്.
ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.